നന്നായി പഴുത്ത തക്കാളി കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എന്നാൽ ചുവന്നു തുടുത്ത തക്കാളി വിഷം നിറഞ്ഞ ഒരു പഴമാണെന്നായിരുന്നു ഒരു കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ചുവന്നു തുടുത്ത ആ കളർ തന്നെ കാരണം. പണ്ടെന്ന് പറഞ്ഞാൽ അധികകാലമൊന്നും ആയിട്ടില്ല, ഇന്നേക്ക് ഒരു 200 വർഷം മുൻപ് വരെ ആരും പറിച്ചെടുക്കാത്തത് കൊണ്ട് തക്കാളി ചെടിയിൽ തന്നെ വളർന്ന് പഴുത്ത് നശിച്ചു പോവുകയായിരുന്നു പതിവ്. പോയിസൺ ആപ്പിൾ, വിഷമുള്ള ആപ്പിൾ എന്നായിരുന്നു തക്കാളിയെ അക്കാലത്ത് വിളിച്ചിരുന്ന ഇരട്ടപ്പേര്. അമേരിക്കക്കാരനായ റോബർട്ട് ജോൺസൺ എന്നയാളാണ് ഇന്നേക്ക് 200 വർഷം മുൻപ് ഒരു പ്രഭാതത്തിൽ താൻ തക്കാളി കഴിക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തത്. എന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അയാൾ തക്കാളി കഴിച്ചു. കണ്ടു നിന്നവർ വിചാരിച്ചു ദാ റോബർട്ട് ഇപ്പോൾ മരിച്ചു വീഴുമെന്ന്. പക്ഷേ ഒന്നും സംഭവിക്കാതെ എനർജറ്റിക്കായി പാട്ടും പാടി റോബർട്ട് നടന്നു നീങ്ങി. അത് കണ്ട് ജനങ്ങളാണ് ഞെട്ടിയത്. അതിനുശേഷം ഇങ്ങോട്ട് ലോകമെമ്പാടുമുള്ള വിഭവങ്ങളിൽ തക്കാളി സ്ഥാനം പിടിച്ചു. വെജിറ്റബിളായാണ് പൊതുവെ കരുതുന്നതെങ്കിലും തക്കാളി ഒരു ഫ്രൂട്ടാണ്, വെജിറ്റബിൾ അല്ല. ഫ്രൂട്ട് ആണെങ്കിലും വല്ലപ്പോഴും പച്ചയ്ക്ക് കുറച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. ടൊമാറ്റോ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. നാച്ചുറൽ ആയതും ഹൈബ്രിഡ് ആയതുമായ ആയിരക്കണക്കിന് വെറൈറ്റി തക്കാളികൾ ഇന്ന് പല രാജ്യങ്ങളിലുമുണ്ട്. പോപ്പുലറായ ചുവപ്പ് നിറം കൂടാതെ പിങ്ക്, പേർപ്പിൾ, മഞ്ഞ, വെള്ള എന്നിട്ട് കറുപ്പ് നിറമുള്ള തക്കാളിയുമുണ്ട്. സ്കിന്നിന് തിളക്കം വെക്കാനും യുവത്വം നിലനിർത്താനും വിളർച്ച മാറാനും ഒക്കെ തക്കാളി നമ്മളെ സഹായിക്കും. തക്കാളിയിൽ 95% വെള്ളമാണ്. ഒരു വർഷം ഏകദേശം 10 കിലോ ടൊമാറ്റോ സാധാരണ ഒരാൾ കഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. കറികളിലും സാലഡിലും ഉപയോഗിക്കുന്നത് കൂടാതെ കെച്ചപ്പായും ടൊമാറ്റോ നമ്മുടെ ഡൈനിങ് ടേബിളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് നമ്മുടെ വീടുകളിലും ഉണ്ടാക്കിയെടുക്കാം.